മറ്റേ അളിഞ്ഞ ജോസ് പെരേര ഈ നാറി ഡാൻസ് കളിച്ച അതിന്റെ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവനെ കുറെ പറഞ്ഞതാണ്. ഈ നാറി അവിടെ കയറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പോ ഈ അളിഞ്ഞ ജോസ് ഇതിനൊരു മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. രേണു ചേച്ചി പറയണ്ടായിരുന്നു, വീഡിയോ കണ്ടില്ല. അപ്പൊ രേണു ചേച്ചിക്കും പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം ചരമവാർഷികവും നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണു ചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തിയും പറഞ്ഞില്ല. അപ്പൊ ഇവരെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെ തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കേരളക്കാരൻ മൊത്തം അവരെ തെരുവിളിച്ചിട്ട് അവൻ നന്നായിട്ടില്ല. അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടണ. ഇവൻ വെറും മണ്ടക്കുണാപ്പിയാണ് 100% ചെയ്ത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവൻ തന്നെ സമ്മതിച്ചതാണ്. വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് തെറ്റിപ്പോയി ആൾക്കാർ. ശരിയാണ്. രേണുസുതിയുടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഡാൻസ് കളിക്കുമ്പോ എന്ത് ഇവന്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജന്മകാലത്ത് പിന്നെ ഒരു സിനിമ കിട്ടൂല. അവന് അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം. രേണുസുതിക്കെതിരെ സുധിയുടെ സെക്കൻഡ് വൈഫ് വീണ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. അതേപറ്റി ഈ മൂത്ത മകൻ കിച്ചുവിന്റെ അടുത്ത് ഒരു Q&A ആരോ ചോദിച്ച സമയത്ത് അവന്റെ ഒരു മറുപടി ഞാനിവിടെ വെക്കാം. അതൊന്ന് കേക്ക്. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് കുറെ സുധിച്ചേട്ടനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോകൂ. അച്ഛന്റെ കുറെ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എന്റെ അച്ഛന്, പിന്നെ അച്ഛൻ അറിയാവുന്നവർക്കും അറിയാം അച്ഛന്. ഈ പയ്യന് 10-20 വയസ്സേ ഉള്ളൂ. പക്ഷെ എന്തായാലും രേണുവിനേക്കാളും വിവരവും ബോധവും ഉണ്ട്. അങ്ങനെ ഒരു വോയിസ് പുറത്തു വന്നപ്പോഴത്തേക്ക് രേണു സർട്ടിഫിക്കറ്റ് ഒക്കെ പൊക്കിക്കൊണ്ട് വന്ന് ഞാനാണ് ഭർത്താവ്, ഞാനാണ് ഭാര്യ എന്നുള്ള രീതിയിൽ. അവന്റെ അടുത്ത് അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എന്റെ അച്ഛനെ എനിക്കറിയാം, അറിയാവുന്നവർക്ക് അറിയാം. അവൻ വളരെ ന്യൂട്രൽ ആയിട്ട് അത് പിന്നെയും ഒരു വിവാദത്തിലോട്ട് തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒഴിഞ്ഞു മാറിപ്പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ കമന്റ് പോലാണ് എനിക്കത് ഫീൽ ചെയ്തത്. നല്ല മനുഷ്യൻ. ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി.